ടീം അവന്യൂ ഞങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഓപ്ഷൻ ട്രേഡിംഗ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു തിയറിയെ പറ്റി പറയുക മാത്രമല്ല, ഓപ്ഷൻ ട്രേഡിങ്ങിൽ എൻട്രി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവർക്ക് ലൈവ് മാർക്കറ്റിൽ സക്സസ് ആവാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും നൽകുമെന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടീം അവന്യൂവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് കിഷോർ കുമാർ ഫ്രം ടീം അവന്യൂ. വെൽക്കം ടു അവർ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്. മാർക്കറ്റിലേക്ക് പുതിയതായി കടന്നു വരുന്ന ഓരോ വ്യക്തികളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഓപ്ഷൻസ്? ഒരു അണ്ടർലൈങ് അസറ്റുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് ഒരു സ്പെസിഫിക് പ്രൈസിൽ വാങ്ങാനും വിൽക്കുവാനും വേണ്ടി എക്സ്ചേഞ്ച് നൽകുന്ന ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഓപ്ഷൻ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് SBI സ്റ്റോക്ക് നിലവിൽ ഒരു 460 റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് 500 വരെ ഈ മാസം അവസാനത്തിനകത്ത് SBI ട്രേഡ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 1500 ക്വാണ്ടിറ്റി SBI വാങ്ങണം. എൻ്റെ കയ്യിൽ നിലവിൽ 1 ലക്ഷം രൂപയാണ് ആകെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു അവസരത്തിലാണ് എനിക്ക് ഒരു റിയൽ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായി എൻ്റെ 1 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് എനിക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ നൽകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ്. ഒന്ന് എന്ന് പറയുന്നത് അതിന് കൃത്യമായൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ എക്സ്പയറി ഡേറ്റിൽ നമ്മൾ ഈ ഓപ്ഷൻ തിരിച്ച് സെല്ല് ചെയ്തുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിൻവാങ്ങാനും ബാധ്യസ്ഥരാണ്. പ്രധാനമായിട്ട് 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് കോൾ ഓപ്ഷൻ, 2 പുട്ട് ഓപ്ഷൻ. എന്താണ് കോൾ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രഡീഷണലി ഒരു ട്രേഡറിന് ഒരു സ്റ്റോക്ക് 100 രൂപയിൽ നിന്ന് 110 രൂപ വരെ പോകുമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു അവസരം മാത്രമേ മാർക്കറ്റിലുള്ളൂ. എന്നാൽ എക്സ്ചേഞ്ച് ഒരു സെർട്ടൈൻ പ്രീമിയം അടച്ചുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമാണ് കോൾ ഓപ്ഷനിലൂടെ നൽകുന്നത്. സെക്കൻഡ്ലി പുട്ട് ഓപ്ഷൻ. മാർക്കറ്റ് ഒരു സെൽ ട്രെൻഡ് കണ്ടിന്യൂ ആണെങ്കിൽ ട്രഡീഷണലി ഒരു ട്രേഡറിന് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്തുകൊണ്ട് അത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിന് പകരമായിട്ട് മാർക്കറ്റ് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്യുകയും അതുവഴി ഒരു ട്രേഡറിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും കഴിയും. സോ ഒരു ട്രേഡറിന് ഓപ്ഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ട്രേഡിംഗിന്റെ അഡ്വാൻസ് ലെവൽസ് ഈ വീഡിയോ സീരീസിന്റെ അപ്കമിംഗ് എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ടീം അവന്യൂവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.